ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആദ്യമായി പ്രതികരിച്ച് നടൻ മോഹൻലാൽ. ഉത്തരം പറയാതെ താനെങ്ങും ഒളിച്ചോടിയിട്ടില്ല എന്നും വ്യക്തിപരമായ തിരക്കുകളിലായിരുന്നുവെന്നുമാണ് വിശദീകരണം. സിനിമയിലെ പവർ ഗ്രൂപ്പിൽ താനില്ല എന്നാണ് സിനിമാ രംഗത്തെ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച മോഹൻലാലിന്റെ മറുപടി. വാക്കുകളിൽ അങ്ങേയറ്റം നിസ്സഹായതയോടെയാണ് മലയാളത്തിന്റെ താരതലപ്പൊക്കം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ചോദ്യങ്ങൾക്ക് മുന്നേ ഉത്തരം പറഞ്ഞു തുടങ്ങി. ഉത്തരം പറയാതെ ഒളിച്ചോടിയെന്ന ആരോപണങ്ങൾക്ക് മറുപടി ഇങ്ങനെ: മോഹൻലാൽ എവിടെയായിരുന്നു, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒളിച്ചോടിപ്പോയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. റിപ്പോർട്ടിൽ പറഞ്ഞ ഗുരുതരമായ ആരോപണങ്ങളിലൊന്നും അഭിപ്രായമില്ല. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്ന ഒറ്റ വാക്കിൽ മറുപടി: തനിക്കൊന്നും അറിയില്ലെന്നും പവർ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ട് പോലുമില്ലെന്നും മോഹൻലാൽ. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടനയല്ല അമ്മ. തെറ്റുകൾ ഉണ്ടാവുമെങ്കിലും എല്ലാത്തിനും സംഘടനയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. ഒരു വ്യവസായം ആകെ തകർന്നു പോവുകയാണെന്നും തങ്ങളെക്കാൾ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളവർ തലപ്പത്തേക്ക് വന്നോട്ടെ എന്നും മോഹൻലാൽ. കുറ്റം ചെയ്തവർക്ക് പിന്നാലെ പോലീസുണ്ടെന്നും അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിലെ സിനിമകളിലേക്കും മറ്റു മേഖലകളിലേക്കും ഹേമ കമ്മിറ്റിക്ക് സമാനമായ കമ്മിറ്റികൾ വരണമെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട്, അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്. സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പോലീസുണ്ട്. ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി വരെ എത്തി നിൽക്കുന്നൊരു വിഷയമാണ്. മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം മോഹൻലാലിന്റെ വാക്കുകളിൽ വ്യക്തം. സിനിമാ വ്യവസായത്തെ തകർക്കരുതെന്നും നിശ്ചലമാക്കരുതെന്നും ആവർത്തിച്ചുള്ള അഭ്യർത്ഥന. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. അന്വേഷണത്തിലുള്ള കാര്യങ്ങളിൽ തനിക്ക് ഉത്തരമില്ലെന്ന് മറുപടി. പവർ ഗ്രൂപ്പ് ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ഞാൻ എങ്ങനെയാണ് കാണുന്ന ഈ റിപ്പോർട്ട്? എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ലേ, നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും. ന്യൂസ് ഡെസ്ക് 24. അന്വേഷണ പരിധിയിലുള്ള വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെയാണ് മോഹൻലാലിന്റെ മറുപടി. അന്വേഷണത്തിലിരിക്കുന്ന കാര്യത്തിൽ തനിക്ക് ഉത്തരമില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ വിവാദത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കൊന്നും കടക്കാതെ സിനിമാ മേഖലയെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, അതിനെ കരകയറ്റണം എന്നുള്ള അഭ്യർത്ഥന എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ആ വിവാദം എന്താണോ മോഹൻലാലിൽ നിന്ന് തേടാൻ ശ്രമിച്ചത്, അതിനുള്ള ഉത്തരം മോഹൻലാലിൽ നിന്ന് കൃത്യമായി കിട്ടിയില്ല എന്നുള്ള വിമർശനം ശക്തമാണ്. അമ്മയുടെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആ മറുപടി ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളതാണോ, അല്ലെങ്കിൽ കാര്യമായ പ്രതികരണം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ള വിമർശനം, അതിനെ എങ്ങനെ കാണണം സലീം? റിജിത്ത്, അമ്മയുടെ നിലവിലെ തന്നെ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഒപ്പം തന്നെ മലയാളത്തിലെ ഒരു സൂപ്പർ താരവും എന്ന നിലയിൽ മോഹൻലാൽ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് അത് താരസംഘടനയുടെ ഒരു നിലപാടാണ്, അതിനപ്പുറത്തേക്ക് ഒരു സൂപ്പർ താരത്തിൻ്റെ നിലപാടാണ്. പക്ഷേ നിലപാടിനപ്പുറത്തേക്ക് നേരത്തെ താരസംഘടനയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞ അതേ ആവർത്തനം മോഹൻലാൽ വീണ്ടും ആവർത്തിക്കുന്നു, ഇരവാദം മുഴക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകതയും ആ വാർത്താ സമ്മേളനത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മലയാള സിനിമയിൽ നിന്നും അമ്മയെ ടാർഗറ്റ് ചെയ്ത്, അമ്മ സംഘടനയെ ടാർഗറ്റ് ചെയ്ത് ചില ശക്തികൾ പ്രവർത്തിക്കുന്നു. അവർ ആ കോക്കസ് മുഴുവൻ അമ്മയെ ഏതിനും അമ്മയെ കുറ്റം പറയുന്നു എന്നുള്ള നിലയിൽ മാത്രമായി ആ വാർത്താ സമ്മേളനം ഒതുങ്ങി. മാത്രമല്ല, തനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല, തന്നോട് അധികം ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെയുള്ള ഇരവാദമായിരുന്നു മോഹൻലാൽ ഈ വാർത്താ സമ്മേളനത്തിലുടനീളം പറഞ്ഞത്. മാത്രമല്ല, ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ താൻ 2 തവണ മൊഴി നൽകിയിരുന്നു. ആ മൊഴി നൽകിയപ്പോഴൊക്കെ തൻ്റെ സെറ്റിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്നുള്ളതായിരുന്നു തൻ്റെ ബോധ്യം. അത് വ്യക്തമാക്കുകയും ചെയ്തു. അത്തരത്തിലൊരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് നല്ലതാണ്. ഇത്തരം കമ്മിറ്റികൾ
സംഭാവനകൾ എല്ലാ മേഖലയിലും വരണം എന്ന് പറയുന്നു. മാത്രമല്ല ഈ സിനിമാ മേഖലയിലെ അതിഗുരുതരമായ കണ്ടെത്തലുകളെ ലഘൂകരിച്ചുകൊണ്ടാണ് മോഹൻലാൽ തൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയും ചെയ്തത്. സംഭവിച്ചത് സംഭവിച്ചു, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നായിരുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സിനിമ. ആ മേഖലയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതിനെ ഊതിവീർപ്പിച്ച് കാണേണ്ടതില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഉത്തരങ്ങളിൽ നിന്ന് താൻ ഒളിച്ചോടിയിട്ടില്ല. തൻ്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ മൂലമാണ് താൻ മാറി നിന്നത്. അതിനുശേഷം പിന്നീട് നാട്ടിലെത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ മാധ്യമങ്ങളെ കണ്ടും മറുപടി പറഞ്ഞും തനിക്ക് ശീലമില്ല ഉൾപ്പെടെയാണ് മോഹൻലാൽ പറഞ്ഞത്. അത് നേരത്തെ സിദ്ദീഖ് അമ്മയുടേതായ ഔദ്യോഗികമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതേ ആവർത്തനമാണ് മോഹൻലാൽ ഇപ്പോൾ ഇവിടെയും വ്യക്തമാക്കിയത്. റിജിത്ത്. ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം.